റിജക്റ്റഡ് ഞങ്ങൾ അഡ്രസ് ചെയ്തപ്പോൾ റിജക്റ്റഡ് ലിസ്റ്റ് പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്ന റിപ്ലൈ KPC കിട്ടി. കേരളത്തിൽ നിന്ന് വന്നു. അത് പ്രകാരം ഇവിടുന്ന് ഡെലിവറി തരുന്നില്ല. അപ്പം ഞാനിന്ന് നേരിട്ട് പോയപ്പോൾ എനിക്ക് കിട്ടിയത് നമ്പേഴ്സ് കിട്ടി. ഇത് ഈ നമ്പർ പ്രകാരം 25,000 ഞാൻ ഒട്ടും നോക്കില്ല, 40,000-ത്തിനിടയ്ക്ക് വോട്ടുകളാണ് തള്ളപ്പെട്ടത് ഈ ജില്ലയിൽ മാത്രം. ഇതെങ്കിൽ ഇഷ്ടം അത് അവരുടെ ഇതിപ്പോൾ പബ്ലിക് ഡോക്യുമെന്റാണ്. ചെയ്ത വോട്ടുകൾ പിന്നെ ചെയ്ത വോട്ടുകളാവാം, പുതിയ വോട്ടർമാരാവാം. അല്ല അങ്ങനെ നോക്കുമ്പോ ചില മണ്ഡലങ്ങൾ കൂടിയിട്ടുണ്ട്. നോർത്തിലും സൗത്തിലും ചേർത്തിട്ടേക്ക് വന്ന് 12,000 വോട്ട് ഇത് എഫക്ട് ചെയ്ത് മണ്ഡലങ്ങളിലൊക്കെ 1000 വോട്ട് കൂടിയ മണ്ഡലങ്ങളുണ്ട്, കുറഞ്ഞ മണ്ഡലം. പക്ഷെ ഇത് എഫക്ട് ചെയ്തത് 40,000 കണക്കാണ് എത്തുന്നത്. അല്ല, ഇത് പുതിയ വോട്ടർമാരാണ്. ഇതിൽ പുതിയ അപ്ലിക്കൻസ് ആണ്. ഈ ഇലക്ഷനിൽ ഇതപ്പം പുതിയ അപ്ലിക്കേഷനിലാണ് റിജക്ട് നമ്പർ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു ഒറ്റ ഉദാഹരണം വയ്ക്കാം. കുറ്റ്യാടി അസംബ്ലിയിൽ 6 പ്രകാരം 10,678 അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. 6 പ്രകാരം 6A പ്രകാരം 6,600 പേരുണ്ട്. ഇതൊക്കെ ന്യൂ വോട്ടേഴ്സ് ആണ്, ഓൾഡ് വോട്ടേഴ്സ് അല്ല, ന്യൂ വോട്ടേഴ്സ് ആണ്. 80% ന്യൂ വോട്ടേഴ്സ് ആണ്. 80% ന്യൂ വോട്ടേഴ്സ് ആണ്. അതാണ് ഇതിലെ ഗൗരവം. 80% വോട്ടേഴ്സ് ആണ്. പിന്നെ 6A ന്യൂ വോട്ടേഴ്സ് ആവുന്നില്ല. അല്ല, ന്യൂ വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 18 വയസ്സ് കഴിഞ്ഞവരാവാം, പുതിയ ഷിഫ്റ്റ് ചെയ്ത് വന്നവരാവാം, താമസം വരെ വന്നവരാവാം. 6Aയിൽ ഒരുപക്ഷെ മുമ്പ് വോട്ട് ചെയ്തവർ റോളിന്ന് പോയിട്ട് വീണ്ടും കൊടുത്തവരാവാം. പക്ഷെ ഇതിൽ ഏറ്റവും അപകടം ഞാൻ കാണുന്നത് 6Aയിലാണ് പെർസെൻറ്റേജ് ഓഫ് റിജക്ഷൻ കൂടുതൽ. ക്രോസ് വോട്ടർമാർ അത് നിയർ ടു 40%. പുതുതായി ചേർത്തിട്ട് പോലുമാണ്. അവരെ വോട്ടൊന്നും ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അവര് ആ ആളുകൾക്കൊന്നും അറിയില്ല. നമ്മൾ രാഷ്ട്രീയ കക്ഷിക്ക് ഈ ലിസ്റ്റ് തന്നാൽ ഇപ്പോഴും അവർക്ക് അറിയില്ല വോട്ടില്ല എന്നുള്ളത്. കൊയിലാണ്ടിയിൽ 3000-ലധികം വോട്ടർമാർ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ബൂത്ത് വൈസ് ഞങ്ങൾ കിട്ടിയ സ്വാഭാവികമായും ഞങ്ങൾക്ക് സംഘടനാ മിഷനറി ഉണ്ട്. ഞങ്ങളത് എന്ത് ചെയ്യും, അതാത് ബൂത്തുകളിലേക്ക് അയക്കും. അപ്പൊ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും. ആ ആളുകളോട് പറയുക, നിങ്ങളുടെ വോട്ട് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അപ്പീൽ കൊടുക്കണം. ഈ അവസരം നിഷേധിക്കപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷെ അതിനുള്ള അവസരം ഞങ്ങൾക്ക് തരണ്ടേ? ഇതാ ഇന്ന ആളുടെ 142-ാം ബൂത്തിലെ ജാനകി എന്ന ആളുടെ വോട്ട് ഇന്ന കാരണം കൊണ്ട് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അറിഞ്ഞാൽ ഞങ്ങൾ പോകും, ജാനകിയായിട്ട് കാണും. അപ്പൊ എന്തെങ്കിലും ഒരു ചെറിയ ഇററായിരിക്കും. അതല്ലെങ്കിൽ ഈ BLO വിളിച്ചിട്ട് പോലും ഉണ്ടാവില്ല, അല്ലെങ്കിൽ വിളിച്ചപ്പോ കിട്ടിയിട്ടുണ്ടാവില്ല. ഇതിൽ BL മെസ്സേജ് പോകുന്നുണ്ടാവും, എല്ലാം കാണുന്നില്ലല്ലോ. മാത്രമല്ല ഒരു കാര്യം പറയാം, സാധാരണ ഇത് കേരളത്തിൽ വോട്ടർമാർ സ്വന്തം പോയി ചേർക്കുന്നത് വളരെ ചുരുക്കം ചേർക്കാറുള്ളൂ. പൊളിറ്റിക്കൽ പാർട്ടി ചെയ്യാം, പിന്നെ എല്ലാവരും മെസ്സേജ് കാണുന്നില്ല. ഇനി എൻ്റെ ചോദ്യം, ഈ BLOമാരെ മെസ്സേജ് ഒതുക്കിയാൽ മതിയോ? ഇതിൻ്റെ അകത്ത് ഈ റിജക്ഷന്റെ പ്രധാനപ്പെട്ട കാരണം BLOമാരുടെ രാഷ്ട്രീയ കളിയാണ്. അതാണ് ഞങ്ങളുടെ അലിഗേഷൻ.